പട്ടാമ്പി ശ്രീ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചതോടെ നമ്മുടെ മിനി ദിശ എക്സ്പോ ഔപചാരികമായിട്ട് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പരിപാടിയെക്കുറിച്ച് മുഹമ്മദ് മുഹസിൻ സാറിനോട് തന്നെ സംസാരിക്കാം. നമ്മുടെ ഈ കരിയർ ഗൈഡൻസിൻ്റെ ഈ പരിപാടി ഇന്നും നാളെയും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ മിനി ദിശ എക്സ്പോ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നുണ്ട്. അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കരിയർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ കരിയറിനെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാക്കാൻ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ അവരുടെ പ്രവർത്തനങ്ങളെയും നേരിട്ട് കുട്ടികൾക്ക് പരിചയപ്പെടാനും അതോടൊപ്പം തന്നെ കരിയർ ഗൈഡൻസിൻ്റെ ഒരു വിവിധ സെഷനുകളിൽ പങ്കെടുക്കാനും കഴിയുന്ന ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ വർഷം മുതൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനി ദിശ നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് ആരംഭിച്ചത്. മറ്റേത് കേരളത്തിൽ ആകെ ഒറ്റ ദിശ പരിപാടിയാണ് നടക്കുക. അത് വിപുലമായിട്ട് നടക്കുമെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചുകൊണ്ട് ഇപ്പോൾ കരിയർ ഗൈഡൻസ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാഭ്യാസ ജില്ലയിലും നടക്കുകയാണ്. അപ്പോൾ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറുന്നു എന്നത് വളരെ പ്രയോജനം ചെയ്യും. അതെ, തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാറ് നമ്മുടെ വിദ്യാർത്ഥിനായിട്ട് ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലം ഇങ്ങനെ വികസനം ഉണ്ടാകുമോ ഇതിനെക്കുറിച്ചിട്ട്? തീർച്ചയായിട്ടും. അക്ഷരാർത്ഥത്തിൽ മികവിൻ്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന നടുവട്ടം ജനതാ സ്കൂളിൽ 8 കോടി രൂപയുടെ 3 കെട്ടിടങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമായി. ഇനി ബസ് അതുപോലെ തന്നെ ഒരു സ്റ്റേജ് അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഫണ്ടുകൾ ഇവിടെ ലഭ്യമാകാൻ പോവുകയാണ്. മിനി ടർഫ് അടക്കമുള്ള കാര്യങ്ങളുടെ പ്രപ്പോസലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാബുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കുകയും കൂടുതൽ കെട്ടിടങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും മികവിൻ്റെ കേന്ദ്രം എല്ലാ അർത്ഥത്തിലുമാകുന്ന രീതിയിലേക്ക് ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഈ വിദ്യാലയത്തിൽ വരും. ഓക്കെ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഈ കരിയറിനെയും പഠനത്തെയും കുറിച്ചിട്ട് ആശയക്കുഴപ്പമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് എന്ത് സന്ദേശമാണ് സാറ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? എത്രയും വേഗത്തിൽ നമ്മളൊരു കരിയറിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഈ അവസരത്തിൽ വലിയ സാധ്യതകളാണ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് ടെക്നോളജി അടക്കമുള്ള മേഖലകൾ എമേർജ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ പുതിയ തരത്തിലുള്ള കരിയറുകൾക്കുള്ള സാധ്യത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി തലത്തിൽ തന്നെ നമ്മൾ കൃത്യമായി നമ്മുടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ അഭിരുചിയും നമ്മുടെ അവസരങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതകളിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ ഏറ്റവും വേഗത്തിൽ കരിയർ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ജോബിലേക്ക് പോകാനും വലിയ സ്വന്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാനും കഴിയും. അതെ, തീർച്ചയായിട്ടും. സാറിൻ്റെ വിലയേറിയ സമയവും ഇതുപോലെ വിലയേറിയ വാക്കുകളും തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. വളരെ നന്ദി. ഇവിടുത്തെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ മേഖലയിൽ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ മാത്രമല്ല വിവിധ പരിപാടികൾ ചെയ്യാനും കഴിയുകയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ പ്രൊഫഷണലായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് പ്രത്യേകം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ എല്ലാവരോടും അഭിനന്ദനങ്ങൾ പറയാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.